യെസ്, ഇനി നമ്മൾ ദേശീയ തലത്തിൽ എന്താണ് ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പും അതിൻ്റെ രാഷ്ട്രീയം കൂടി നോക്കാം. കേരളത്തിന് പുറമെ അസമിലും തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്നിരിക്കുകയാണ് രാഷ്ട്രീയ കക്ഷികൾ. അസമിൽ കോൺഗ്രസ് 65 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തമിഴ്നാട്ടിൽ DMK സഖ്യത്തിൻ്റെ സീറ്റ് വിഭജന ചർച്ചകൾ തുടരുകയാണ്. വിജയുടെ TVK മുന്നണിയിലെത്തിക്കാൻ BJP ശ്രമം നടത്തിയിരുന്നുവെങ്കിലും ഇതുവരെ അനുകൂലമായി നടൻ പ്രതികരിച്ചിട്ടുമില്ല. ഇതാണ് സാഹചര്യം. എന്തായാലും ദേശീയ തലത്തിലും ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വലിയ തരത്തിലുള്ള പ്രതിഫലനമുണ്ടാക്കും. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം നോക്കാം. രാകേഷ് ചേരുന്നു. രാകേഷ്, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ വളരെ തന്ത്രപ്രധാനമായ സംസ്ഥാനങ്ങളിലാണ് കേരളത്തിനൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്താണ് അവിടങ്ങളിലെ ആലോചന? BJP ഒപ്പം തന്നെ മറ്റ് നിലവിലുള്ള കക്ഷികളുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ എങ്ങനെയാണ്? സജിത്ത്, കേരളത്തിനൊപ്പമാണ് അസമിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ 3 ഘട്ടമായിരുന്നു അസമിൽ വോട്ടെടുപ്പെങ്കിൽ ഇത്തവണ ഒറ്റ ഘട്ടമായി 9-ാം തീയതി കേരളത്തിനൊപ്പം തന്നെയാണ് വോട്ടെടുപ്പ്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായി അസമിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അവർ നേരത്തെ നടത്തിയിട്ടുണ്ട്. കാരണം 126 അംഗ നിയമസഭയാണ് അസമിലേത്. അവിടെ 65 സീറ്റുകളുടെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആദ്യഘട്ട പട്ടിക എന്ന നിലയ്ക്ക് 43 പേരുടെ പട്ടിക പ്രഖ്യാപിച്ചു. അതിനുശേഷം മറ്റുള്ളവരുടെ കൂടി പ്രഖ്യാപനം നടത്തിയപ്പോൾ 65 സീറ്റുകളുടെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ ഗൊഗോയാണ് അവരുടെ നേതാവ്. പാർലമെന്റിലെ പ്രധാനപ്പെട്ട നേതാവാണ്. 3 തവണ MP ആയ വ്യക്തിയാണ് അദ്ദേഹം. ഇത്തവണ നിലവിൽ PCC അധ്യക്ഷനാണ്. നിയമസഭയിലേക്ക് മത്സരിക്കുന്നു എന്ന പ്രത്യേകത ഇത്തവണ തെരഞ്ഞെടുപ്പിലുണ്ട്. ജോർഹാട്ട് മണ്ഡലത്തിൽ നിന്നാണ് ഗൊഗോയ് ജനവിധി തേടുകയും ചെയ്യുന്നത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ് അസമിൽ നടക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കേരളത്തിലേതുപോലെ തന്നെ 10 വർഷമായി അവർ ഭരണത്തിലില്ല. തുടർച്ചയായി ഭരിച്ചിരുന്ന സംസ്ഥാനമാണ്. തരുൺ ഗൊഗോയ് മുഖ്യമന്ത്രിയായിരിക്കെ തുടർച്ചയായി ഭരിച്ചിരുന്ന സംസ്ഥാനമാണ്. അവിടെയാണ് ആദ്യമായി 2016-ൽ BJP അധികാരം പിടിച്ചത്. പക്ഷേ അതിൻ്റെ ഒരു തുടർച്ചയാണ് 2011-ലും കണ്ടത്, 2021-ലും കണ്ടത്. ഇത്തവണ ഏതായാലും ഒരു തിരിച്ചുവരവിനുള്ള ശ്രമം ഏതായാലും കോൺഗ്രസ് നടത്തുന്നുണ്ട്. 15 സീറ്റുകൾ സഖ്യകക്ഷികൾക്ക് നൽകുമെന്ന പ്രഖ്യാപനം ഗൗരവ് ഗൊഗോയ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മറുവശത്ത് BJP ആണ്. BJP വലിയ ശക്തമായ സാന്നിധ്യമാണ് അസമിൽ എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഹിമന്ത ബിശ്വ ശർമ്മയാണ് അവരെ നയിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ഒടുവിൽ പല കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ തന്നെ BJPയിൽ എത്തിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കമൊക്കെ തന്നെ അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട്. BJP ഏതായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. ഏതായാലും അസം ഒരു വാശിയേറിയ പോരാട്ടം തന്നെയായിരിക്കും നടക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ അവിടെ MK സ്റ്റാലിൻ 2ാം വട്ടം ഒരു തുടർ ഭരണം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ ചെറു പാർട്ടികൾ ഉൾപ്പെടെ കോൺഗ്രസും ഇടതു പാർട്ടികളും VCKയും ഉൾപ്പെടെ വലിയൊരു സഖ്യമാണ് MK സ്റ്റാലിൻ നയിക്കുന്നത്. അവിടെ സീറ്റ് നിർണയ ചർച്ചകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് കഴിഞ്ഞ തവണ 25 സീറ്റുകളിലാണ് മത്സരിച്ചിരുന്നത്. കോൺഗ്രസ് പക്ഷേ ഇത്തവണ കൂടുതൽ സീറ്റ് വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇത് മുൻപ് കാണാത്ത നിലയിൽ കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ 2 പാർട്ടികൾക്കും തമ്മിലിടയിലൊരു ഭിന്നത ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് രൂപപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ 28 സീറ്റ് നൽകിക്കൊണ്ട് കോൺഗ്രസുമായി ധാരണയിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഇടതു പാർട്ടികളും VCK അടക്കമുള്ള കക്ഷികളുമായി ഇതുവരെ സീറ്റ് നിർണയ ചർച്ച തമിഴ്നാട്ടിൽ പൂർത്തീകരിച്ചിട്ടില്ല. ഇടതു പാർട്ടികൾ കഴിഞ്ഞ തവണ 6 സീറ്റുകളിലാണ് മത്സരിച്ചിരുന്നെങ്കിൽ ഇത്തവണ കൂടുതൽ സീറ്റ് വേണമെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ DMK ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് 5 വീതം സീറ്റുകൾ നൽകാമെന്നാണ്. ഒരുപക്ഷെ ആ നിലയിൽ തന്നെ ചർച്ചകൾ അവസാനിച്ചേക്കാം. VCKയുടെ കാര്യത്തിലും അവർ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ADMKയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ BJPയും ADMKയും സഖ്യമായി മത്സരിക്കുന്നു. വിജയ് നേരത്തെ തന്നെ തൻ്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചതാണ്. DMKയും BJPയുമാണ് തൻ്റെ മുഖ്യ എതിരാളി എന്ന് പറഞ്ഞെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വിജയിയെ NDA പാളയത്തിൽ എത്തിക്കാനുള്ള നീക്കം BJP ശക്തമാക്കിയിരിക്കുകയാണ്. 80 സീറ്റ് അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് വിജയ്ക്ക്. ഒപ്പം അധികാരം കിട്ടുകയാണെങ്കിൽ ഉപമുഖ്യമന്ത്രി പദവി. ഇതാണ് വിജയ്ക്ക് മുന്നിൽ ഇപ്പോൾ BJP വെച്ചിട്ടുള്ളത്. പക്ഷേ ഒരു അനുകൂല നിലപാട് വിജയ് ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. എങ്കിൽ പോലും വിജയെ അന്വയിപ്പിക്കാൻ കഴിയും, ഒപ്പം ചേർക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഇപ്പോഴും BJP പുലർത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനോട് ADMKയ്ക്ക് അത്ര അനുകൂല നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. എങ്കിൽ പോലും വിജയെ ഒപ്പമെത്തിക്കാൻ സാധിച്ചാൽ അത് ഗുണം ചെയ്യും എന്നൊരു വിലയിരുത്തൽ BJP ക്യാമ്പിനുണ്ട്. പക്ഷേ വിജയ് ഏതായാലും അത്തരമൊരു നിലപാടിലേക്ക് എത്തിയിട്ടില്ല. കാരണം നേരത്തെ തന്നെ തൻ്റെ നിലപാട് പ്രഖ്യാപിച്ചതാണ്. BJPയുമായും DMKയുമായും ഒരുപോലെ രാഷ്ട്രീയ എതിർപ്പ് ഉന്നയിക്കുമെന്ന് വിജയ് പറഞ്ഞാണ്. അപ്പോൾ രാഷ്ട്രീയ നിലപാടിൽ വെള്ളം ചേർക്കുന്ന പോലെയാകുമെന്നൊരു തോന്നൽ TVKയ്ക്കുണ്ട്. അതുകൊണ്ടായിരിക്കാം വിജയ് അത്തരമൊരു നിലപാടിലേക്ക് ഇതുവരെ എത്തിച്ചേരാത്തത്. ഏതായാലും ബംഗാളിലേക്ക് വരികയാണെങ്കിൽ ബംഗാളിൽ
2011 മുതൽ മമതാ ബാനർജി തുടർച്ചയായി ഭരിക്കുന്ന അവിടെ ഇടതു ഭരണത്തിന് അന്ത്യം കുറിച്ച് 2011 മമതാ ബാനർജി അധികാരം പിടിച്ചത്. ഇത്തവണ ഒരു തുടർ ഭരണം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് മമതാ ബാനർജിക്ക് വീണ്ടും ഒരു അധികാരം ലഭിക്കുകയാണെങ്കിൽ അത് ബംഗാളിലെ ഭരണം മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ മമതാ ബാനർജിയുടെ സ്വീകാര്യത അല്ലെങ്കിൽ പ്രതിച്ഛായ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ BJP ഏത് വിധേനയും ഭരണം പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ഏതായാലും BJPക്ക് അതിന് സാധിക്കുമെന്നാണ് ചോദ്യമാണ് ബാക്കിയുള്ളത്. കാരണം കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ മുന്നേറ്റം നടത്തിയെങ്കിൽ 21 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ആ ഒരു പ്രകടനം നടത്താൻ അവർക്ക് സാധിച്ചിരുന്നില്ല. മമതാ ബാനർജി നന്ദിഗ്രാമിൽ പരാജയപ്പെട്ടു എന്ന വസ്തുതയാണ്. അപ്പോൾ പോലും തൃണമൂൽ കോൺഗ്രസ് ഒരു വലിയ മുന്നേറ്റം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുണ്ട്. അതിന് സമാനമായൊരു പ്രകടനം ഇത്തവണയും ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും തൃണമൂൽ ക്യാമ്പ് പങ്കുവെക്കുകയും ചെയ്യുന്നത്. സജിത്ത്. അതെ, അതാണ് സാഹചര്യം. ദേശീയ തലത്തിൽ വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ചർച്ചകളാണ്. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിൽ വലിയ പ്രതീക്ഷകളുള്ള BJPക്ക് അവിടെ മമത അധികാരം നിലനിർത്താൻ വലിയ നീക്കങ്ങൾക്ക് ഒരുങ്ങുന്നു. തമിഴ്നാട്ടിലും സ്ഥിതി മറ്റൊന്നല്ല. സ്റ്റാലിൻ വീണ്ടും ഒരു ഊഴത്തിന് കളത്തിലിറങ്ങുന്നു എന്നതാണ് സാഹചര്യം. ദേശീയ തലത്തിലും ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്ന പ്രതിഫലനം ഒട്ടും ചെറുതല്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.